Previous question Mira's parents helped her to do her homework. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഡിഡിൻ്റെ ദേ ആണ്. കാരണം ഡിഡിൻ്റെ ദേ വരുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ് പ്ലസ് ഇൻറ്റ് പ്ലസ് പ്രോനോൺ ആണുള്ള. ഓക്സിലറി വെർബ് ഇല്ലാത്തതിന് മെയിൻ വെർബായ ഹെൽപ്പിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹെൽപ്പിന് ഡിഡ് എടുക്കുന്നു. മീരാസ് പേരൻസ് എന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതിന് പ്രോനോണായ ദേ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ആൻസർ ഡിഡിൻ്റെ ദേ ആണ്. അതായത് ക്വസ്റ്റ്യൻ പോസിറ്റീവ് ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കുന്ന ഇവിടെ ഹെൽപ്പിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഡിഡ് എടുത്തു. അപ്പോൾ ഡിഡിൻ്റെ ദേ വരുന്ന മീരാസ് പേരൻസ് ആയതുകൊണ്ട് ദേ ഉപയോഗിക്കാം. അപ്പോൾ ഡിഡിൻ്റെ ദേ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ അരുൺ ഡാഷ് ഹിസ് ഗ്രാൻഡ് പേരൻസ് ലാസ്റ്റ് വീക്ക്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് കോൾ ഡൗൺ ആണ്. അതായത് കോൾ ഡൗൺ മീൻസ് വിസിറ്റ് എ പേഴ്സൺ ആണ്. അപ്പോൾ അരുൺ ഡാഷ് ഹിസ് ഗ്രാൻഡ് പേരൻസ് ലാസ്റ്റ് വീക്ക് അത് വിസിറ്റ് ചെയ്ത് ഗ്രാൻഡ് പേരൻസിനെ വിസിറ്റ് ചെയ്യുന്ന അർത്ഥത്തിൽ കോൾഡ് ഓൺ ആണ്. അതുകൊണ്ട് തന്നെ കോൾഡ് അറ്റ് എന്ന് വെച്ചാൽ വിസിറ്റ് എ പ്ലേസ് ആണ്. കോൾഡ് ഔട്ട് ടു ക്രൈ ഓർ ഷൗട്ട് ഫോർ ഹെൽപ്പ്. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വൈൽ ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് ഐ ഡാഷ് മൈ ഫ്രണ്ട്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് മെറ്റാണ്. അതായത് ഭൂതകാലത്ത് ഒരു പ്രവൃത്തി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയും മറ്റൊരു പ്രവൃത്തി അതിനിടയിൽ സംഭവിക്കുകയും ചെയ്ത തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ കുറിക്കാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഇടയ്ക്ക് സംഭവിച്ച പ്രവൃത്തിയെ കുറിക്കാൻ സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കുന്നു. ഇവിടെ വൈൽ ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് എന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് രൂപത്തിലാണ്. അതിന് അടുത്ത് വരുന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോർമാറ്റ് എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ അതുകൊണ്ട് തന്നെ മീറ്റ് ആണ് ഇവിടുത്തെ മെറ്റാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എറർ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ എറർ എന്ന് പറയുന്നത് C ആണ്. ദെൻ ഹീ സ്റ്റാർട്ടഡ് റീഡിങ് ആണ്. കാരണം ഇവിടെ നോ സൂണറിനോടൊപ്പം എപ്പോഴും ദെൻ ഉപയോഗിക്കാം. ദെൻ മീൻസ് THAN ദെൻ നോ സൂണർ പ്ലസ് ഡു ഓർ ഡസ് ഓർ ഡിഡ് ഓർ ഹാഡ് ദെൻ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് THEN ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഓപ്ഷൻ തെറ്റായത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂസ് ദ പ്രോപ്പർ സീക്വൻസ് ആൻഡ് മാർക്ക് യുവർ റെസ്പോൺസ് ഇൻ ദ ഷീറ്റ്. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എഗോ our ancestors had to save and store whatever they could save because they had so little. അടുത്ത ക്വസ്റ്റ്യൻ ദ ഇഡിയം എ റെഡ് ലെറ്റർ ഡേ മീൻസ് എ ഹാപ്പി ഡേ. എ ഹാപ്പി ഡേ ആണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. അതേകൂട്ട് തന്നെ റെഡ് കാർപ്പറ്റ് മീൻസ് സ്പെഷ്യൽ വെൽക്കം. സ്പെഷ്യൽ വെൽക്കത്തിനാണ് നമ്മൾ റെഡ് കാർപ്പറ്റ് ഇടുന്നത്. ബ്ലൂ മൂൺ എന്ന് വെച്ചാൽ എ റെയർ ഇവൻ്റ് ഓർ ഒക്കറൻസ് ആണ്. ബേൺ ദ മിഡ് നൈറ്റ് ഓൾ വർക്ക് ഓർ സ്റ്റഡി ലേറ്റ് ഇൻ ടു നൈറ്റ്. at 6 and 7 in a state of confusion. Hit the hay, go to bed or go to sleep. Kick the bucket, Diane. Jump the broom to marry. Take 40 wings to have short sleep.